Good morning students. Welcome to Malayalam class Standard 6. നമ്മൾ ഇന്ന് ജനകീയ കവി എന്ന പാഠമാണ് പഠിക്കുന്നത്. ഇതിൽ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ് ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 18ാം നൂറ്റാണ്ടിന് മലയാള സാഹിത്യത്തിന് ലഭിച്ച ഒരു ദാനമാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് തന്നെ പറയാം. അദ്ദേഹം പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ പ്രാചീന കവിത്രയങ്ങൾ ഏതൊക്കെയാണ്? കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ, ചെറുശ്ശേരി. 1700-ാം ആണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അതായത് തിരുവല്ലാമനയ്ക്കടുത്തുള്ള കിള്ളിക്കുറിശി മംഗലത്ത് ആണ് അദ്ദേഹം ജനിച്ചത്. അതായത് കലക്കത്ത് ഭവനത്തിലാണ് ജനിച്ചത്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാര്. വിഷബാധയേറ്റാണ് അദ്ദേഹം മരണമടഞ്ഞത്. അപ്പൊ ഈ ജനകീയ കവി എന്ന കഥയിൽ എന്ന പാഠത്തില് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ലഘു ജീവചരിത്രക്കുറിപ്പാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും പുസ്തകം എടുത്തേ. ജനകീയ കവി, അപ്പം കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ലഘു ജീവചരിത്രക്കുറിപ്പാണ് നമ്മുടെ ഈ പാഠഭാഗം കേട്ടോ. അപ്പം കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ സ്വതേ നർമ്മപ്രിയനാണ്. ശുദ്ധമായ ഫലിതമായിരുന്നു നമ്പ്യാരുടെ മുഖമുദ്ര. ഓക്കെ, അപ്പം മിടുക്കനായ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സായാഹ്ന സൂര്യന്റെ തങ്കക്കതിരുകൾ അമ്പലമുറ്റത്തെ അലങ്കരിച്ചു. അപ്പം സായാഹ്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ സൂര്യന്റെ തങ്കക്കതിരുകൾ അമ്പലമുറ്റത്തെ അലങ്കരിച്ചു. പ്രധാന ക്ഷേത്രത്തിന് പുറത്ത് മണൽ വിരിച്ച മുറ്റത്തിന്റെ ഓരത്ത് കൂത്ത് കേൾക്കാൻ ഏതാനും പേർ സ്ഥലം പിടിച്ചു. ഓരത്തെന്ന് പറഞ്ഞാൽ ഓരം എന്ന് പറഞ്ഞാൽ അരികില്. ഓക്കെ, അപ്പം സൂര്യന്റെ തങ്കക്കതിരുകൾ, തങ്കക്കതിരെന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യന്റെ തങ്ക നിറത്തിലുള്ള രശ്മികള് അമ്പലമുറ്റമൊക്കെ അലങ്കരിച്ചു. പിന്നെ ആളുകള് എന്താണ് കൂത്ത് കേൾക്കുവാനായിട്ട് വന്ന് മുറ്റത്തിന്റെ ഓരത്ത് വന്ന് ഇരുന്നു. കുറേ ദിവസമായി നടന്നു വരുന്ന ചാക്യാർ കൂത്ത് ഇന്നും തുടരുകയാണ്. പാർവതീ പരിണയമാണ് ഇന്നത്തെ കഥ. എല്ലാവരുടെയും മുഖത്ത് കഥ കേൾക്കുവാനുള്ള ആകാംക്ഷ പ്രകടമായിരുന്നു. ഉടുത്തൊരുങ്ങി ചാക്യാർ എത്തി. മിഴാവായി വന്നു നമ്പ്യാരും. അപ്പം മിഴാവുമായിട്ട് വന്നതാരാണ്? നമ്പ്യാരാണ്. അപ്പം ചാക്യാർ കൂത്തിലെ ഒരു പ്രധാന ഘടകമാണ് മിഴാവ് കൊട്ടുക എന്നത്. മിഴാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയൊരു കുടമാണ്, വലിയ. അപ്പം 7 തിരിയിട്ട നിലവിളക്ക് തെളിഞ്ഞ് കൂത്തു തുടങ്ങി. ചാക്യാരുടെ ഭാഷ സംസ്കൃതം, കടുകട്ടി, ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ചിലർ വെറുതെ ചിരിക്കുന്നുണ്ട്, അത്ര തന്നെ. അപ്പം ചാക്യാരുടെ ഭാഷ എന്നാണ്? സംസ്കൃതമാണ്. അപ്പം സംസ്കൃതം ആർക്കും അറിയത്തില്ല, അതുകൊണ്ട് ആളുകൾക്കൊന്നും മനസ്സിലാവുന്നുമില്ല. ഇഴഞ്ഞു നീങ്ങിയ സമയം അർദ്ധരാത്രിയോട് അടുക്കുന്നു. ശ്രോതാക്കൾ പുഞ്ചിരിക്കുന്നു. ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ കേൾവിക്കാര് പുഞ്ചിരിക്കുന്നു. ചിലർ ആംഗ്യം കാട്ടി ചിരിക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല. എന്താണ്? മിഴാവ് കൊട്ടുന്ന നമ്പ്യാർ ഉറങ്ങുന്നു, അതും മിഴാവിൽ കമന്ന് കിടന്ന്. അപ്പം കുറേ ദിവസമായിട്ട് ഈ കൂത്ത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഉറക്കമൊന്നും നമ്പ്യാർക്ക് കിട്ടുന്നില്ല. അപ്പം നമ്പ്യാര് അറിയാതെ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി. ആളുകളുടെ ശബ്ദം നമ്പ്യാരെ ഉണർത്തി. ജാള്യതയോടെ മിഴാവിൽ നോക്കിയിരുന്നു നമ്പ്യാർ. ജാള്യത എന്ന് പറഞ്ഞാൽ നാണക്കേടോടെ മിഴാവിൽ നോക്കിയിരുന്നു. ഇത് ദർശിച്ച ചാക്യാരുണ്ടോ വിടുന്നു. അദ്ദേഹം നമ്പ്യാരെ കണക്കറ്റങ്ങ് പരിഹസിച്ചു. ആ പരിഹാസം ശ്രോതാക്കളെ ഭംഗിയായി രസിപ്പിച്ചു. അപ്പൊ നോക്കിയേ, കണക്കറ്റെന്ന് പറഞ്ഞാൽ നമ്പ്യാരെ കണക്കറ്റങ്ങ് പരിഹസിച്ചു എന്ന് പറഞ്ഞാൽ നമ്പ്യാരെ ധാരാളമായിട്ട് അളവില്ലാത്ത രീതിയിൽ അങ്ങ് പരിഹസിച്ചു. എന്നാൽ നമ്പ്യാർക്കോ മനസ്സിൽ കനത്ത മുറിവ് തന്നെ ഉണ്ടാക്കി. ഉണങ്ങാത്ത മുറിവ്. കൂത്തു കഴിഞ്ഞു, ജനം പിരിഞ്ഞു. ചാക്യാരും കിടന്നിട്ടും ഉറക്കം വന്നില്ല നമ്പ്യാർക്ക്.
ചാക്യാരുടെ പരിഹാസം മനസ്സിനെ വല്ലാതെ മതിക്കുന്നു. മതിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ വല്ലാതെ ചെയ്യുന്നത്. എന്താണ് വേണ്ടത്? ഏറെ നാളായി മനസ്സിൽ ഓമനിച്ചു കൊണ്ട് നടന്ന ഒരു കലാരൂപമുണ്ട്. നാളെ അമ്പലമുറ്റത്ത് അങ്ങ് അവതരിപ്പിച്ചാലോ? ഉടുത്തരുങ്ങൽ ലളിതം, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കലാരൂപമാണ്. എന്നാൽ ചാക്യാർക്കെതിരെയാണ് അവതരിപ്പിക്കേണ്ടത്. രാജകോപം തീർച്ച. പക്ഷേ മികച്ചൊരു കലാരൂപമാണെങ്കിൽ. നമ്പ്യാർ വരാൻ പോകുന്ന തിന്മകളെക്കുറിച്ച് നന്നായി ആലോചിച്ചു. മരണശിക്ഷ വരെ ലഭിക്കാം. പക്ഷെ പിന്മാറിയാൽ ആത്മാവിനേറ്റ ക്ഷതം എന്ന് പറഞ്ഞാൽ മുറിവ് വരുന്നത് വരട്ടെ. നമ്പ്യാർ ഒരു തീരുമാനത്തിലെത്തി. ആ കലാരൂപം അവതരിപ്പിക്കുക തന്നെ. അപ്പം ഇതൊക്കെയാണ് കലാരൂപം അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമ്പ്യാരുടെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ. പിറ്റേന്ന് സായാഹ്നത്തിൽ കൂത്തു നടക്കുന്ന വേദിക്കരികെ ക്ഷേത്രമുറ്റത്തിന്റെ മറുതലയ്ക്കൽ ചെറിയൊരു കുരുത്തോല പന്തൽ ഉയർന്നു. നമ്പ്യാർ തന്റെ കലാരൂപം അവിടെ അവതരിപ്പിച്ചു. കൂത്തു കാണാൻ വന്നവർ താളമേളം കേട്ട് അങ്ങോട്ട് ആകൃഷ്ടരാകുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടു. അപ്പം കൂത്തു നടക്കുന്ന വേദിക്കെതിരെ ക്ഷേത്രമുറ്റത്തിന്റെ മറുതലയ്ക്കൽ എന്ന് പറഞ്ഞാൽ എതിർവശത്തായിട്ട് ഒരു ചെറിയൊരു കുരുത്തോല പന്തല് ഉയർന്നു. നമ്പ്യാർ തന്റെ കലാരൂപം അവിടെ അവതരിപ്പിച്ചു. കൂത്തു കാണാൻ വന്നവര് താളമേളം കേട്ട് അങ്ങോട്ട് ആകൃഷ്ടരായി. അവർ നമ്പ്യാരുടെ മുന്നിൽ മണലിൽ ചമ്രം പടഞ്ഞിരുന്നു. ആ കലാരൂപം നന്നായി ആസ്വദിച്ചു. നമ്പ്യാർ അന്നവിടെ അവതരിപ്പിച്ച ആ ജനകീയ കലാരൂപമാണ് തുള്ളൽ എന്ന പേരിൽ പിൽക്കാലത്ത് പ്രശസ്തമായത്. അപ്പൊ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അങ്ങനെ കുഞ്ചൻ നമ്പ്യാരായി. മലയാളിക്ക് കുടുകുടെ ചിരിക്കാനും ഓർത്തോർത്ത് ചിന്തിക്കാനും വേണ്ട സാഹിത്യ വിഭവങ്ങൾ ഒരുക്കിയ ഫലിത സാമ്രാട്ടാണ് അദ്ദേഹം. അപ്പം നോക്കിയേ, അപ്പം കുഞ്ചൻ നമ്പ്യാരുടെ ഈ തുള്ളല് കേട്ടാല് മലയാളികൾക്ക് കുടുകുടെ ചിരിക്കുവാനും ഓർത്തോർത്ത് ചിന്തിക്കാനും വേണ്ട സാഹിത്യ വിഭവങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. അപ്പൊ മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ളതായിരുന്നു ഈ തുള്ളല്. 3 തരം തുള്ളലുകൾക്ക് നമ്പ്യാർ രൂപം നൽകി. ശീതങ്കൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നിങ്ങനെ അവ അവതരിപ്പിക്കപ്പെടുന്നു. ഈ തുള്ളൽ കലാരൂപങ്ങൾക്ക് അദ്ദേഹം എഴുതിയ കൃതികളെ തുള്ളൽ കഥകൾ എന്ന് പറയുന്നു. അപ്പൊ നോക്കിയേ, ഏതൊക്കെ തരത്തിലായിരുന്നു തുള്ളല്? ശീതങ്കൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നിങ്ങനെ 3 തരം തുള്ളലുകളായിരുന്നു നമ്പ്യാർ ഉണ്ടാക്കിയത്. ഈ കൃതികളെ തുള്ളൽ കഥകളെന്ന് പറയുന്നു. 18-ാം നൂറ്റാണ്ട് ആണ് നമ്പ്യാരുടെ ജീവിതകാലം. പാലക്കാട് ജില്ലയിലെ ലക്കിടി തീവണ്ടി ഓഫീസിനടുത്തുള്ള കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജനനം എവിടെയായിരുന്നു? പാലക്കാട് ജില്ലയിലെ ലക്കിടി തീവണ്ടി ഓഫീസിനടുത്തുള്ള കിള്ളിക്കുറിശി മംഗലത്തായിരുന്നു. മംഗലത്ത് എവിടെയാ? കലക്കത്ത് ഭവനത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ജീവിതത്തിന്റെ ആദ്യകാലം അമ്പലപ്പുഴ മഹാരാജാവിന്റെ സദസ്യനായി കഴിഞ്ഞു. അന്നാണ് തുള്ളൽ കലാരൂപത്തിന് നമ്പ്യാർ ജന്മം നൽകിയത്. മാർത്താണ്ഡവർമ്മ വേണാടിന് വിസ്തൃതി കൂട്ടിയപ്പോൾ അമ്പലപ്പുഴയും ആ രാജ്യത്തിന്റെ ഭാഗമായി. അങ്ങനെ നമ്പ്യാർ തിരുവനന്തപുരത്തേക്ക് താമസമാക്കി. നളചരിതം ആട്ടക്കഥയുടെ കർത്താവായ ഉണ്ണായി വാര്യരോടൊപ്പമാണ് നമ്പ്യാർ അവിടെ സാഹിത്യ ജീവിതം നയിച്ചത്. അപ്പം നളചരിതം ആട്ടക്കഥയുടെ കർത്താവാരാണ്? ഉണ്ണായി വാര്യർ. അദ്ദേഹത്തോടൊപ്പമാണ് നമ്പ്യാർ സാഹിത്യ ജീവിതം പിന്നീട് നയിച്ചത്.